നമ്മളിൽ പലരും പറയാറില്ലേ സാലറി വരുന്നു പോകുന്നു സേവിങ്സ് ഒന്നും ബാക്കിയില്ല എന്ന്. പക്ഷെ മന്ത്ലി 500-1000 രൂപയോ മാറ്റി വെച്ചാൽ പോലും ഫ്യൂച്ചർ സെക്യൂർ ആകാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനുള്ള സിമ്പിൾ സൊല്യൂഷൻ ആണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. വാട്ട് ഈസ് SIP? SIP എന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആണ്. നമ്മൾ മന്ത്ലി ആയി ഒരു ഫിക്സഡ് എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാങ്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് എന്ന് തോന്നും. പക്ഷേ ഇവിടെ റിട്ടേൺസ് സാധാരണ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഹൗ SIP വർക്ക്സ്? മാർക്കറ്റ് ഹൈ ആയാലും ലോ ആയാലും സെയിം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങും, മാർക്കറ്റ് അപ്പ് ആകുമ്പോൾ കുറച്ച് യൂണിറ്റ്സ് മാത്രം വാങ്ങും. ഇതിനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. ഇത് റിസ്ക് കുറയ്ക്കാനും ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. വൈ SIP ഈസ് ബെസ്റ്റ് ഫോർ കോമൺ പീപ്പിൾ? ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. പക്ഷേ മന്ത്ലി ചെറിയ എമൗണ്ട് കൊണ്ട് SIP സ്റ്റാർട്ട് ചെയ്യാം. സാലറി കിട്ടിയ ഉടനെ ഓട്ടോ ഡെബിറ്റ് ആയി ഇൻവെസ്റ്റ് ആകുന്നതിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 2000 രൂപ മന്ത്ലി SIP 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. ആവറേജ് 12% റിട്ടേൺ കിട്ടിയാൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഏകദേശം 2.4 lakhs വരെ എത്താം. മെച്യൂരിറ്റി വാല്യൂ ഏകദേശം 4.6 lakhs വരെയും എത്തിയേക്കാം. ടൈം പ്ലസ് ഡിസിപ്ലിൻ ഇസ് ഈക്വൽ ടു മാജിക്. ആരാണ് SIP ചെയ്യേണ്ടത്? സ്റ്റുഡൻസ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഹൗസ് വൈഫ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്. ഫ്യൂച്ചർ ഗോൾസ് ഉള്ള ഏവർക്കും SIP ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, മാരേജ്, ഹൗസ്, റിട്ടയർമെന്റ് എല്ലാം SIP വഴി പ്ലാൻ ചെയ്യാം. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ശ്രദ്ധിക്കുക, SIP പെട്ടെന്ന് റിച്ച് ആവാനുള്ള ഒരു വഴിയോ സ്കീമോ അല്ല. പേഷ്യൻസ് പ്ലസ് ലോങ് ടേം മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം റിയൽ ബെനിഫിറ്റ് കിട്ടും. ഇന്ന് തന്നെ ചെറിയ എമൗണ്ട് കൊണ്ട് SIP സ്റ്റാർട്ട് ചെയ്താൽ ഫ്യൂച്ചറിൽ നിങ്ങളെ നന്ദി പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഫിനാൻഷ്യൽ അവയർനെസ് വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.